إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിനുള്ള പവിത്രത, അതിൽ തന്നെയുള്ള 10 ദിവസങ്ങളുടെ പ്രത്യേകമായ പവിത്രത, അതിലടങ്ങുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന നിലയിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഉത്തമമായ ബോധത്തോടുകൂടി ആരാധനകളിലും ഇബാദത്തുകളിലും ചൈതന്യത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം, അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയാദർശങ്ങൾ, ത്യാഗപൂർണമായ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വലാത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നു. അവിടെ കമാ ബാറക്ത അല ഇബ്രാഹിം വ അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് കൊടുത്തതുപോലെ അവിടുത്തെ കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ എന്ന് പറയുമ്പോൾ അവിടെ ഇബ്രാഹിം നബിയുടെ കുടുംബം കൂടി പരാമർശിക്കപ്പെടുകയാണ്. ഇബ്രാഹിം നബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് 3 സുപ്രധാനമായ സംഭവങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേറ്റവും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഒരു മകനെ അദ്ദേഹത്തിന് ലഭിക്കുന്നു.
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മകനെയും ഭാര്യയെയും ആരോരുമില്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടുപോയാക്കുന്നു. ഖുർആൻ ആ പ്രദേശത്തെ വിശേഷിപ്പിച്ചത് ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു കൃഷി പോലും മുളക്കാത്ത ഒരു പ്രദേശമെന്നാണ്. ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ പുൽക്കൊടി പോലും മുളക്കാത്തൊരു പ്രദേശത്ത്, ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് തന്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപോയാക്കുന്നു. ഹദീസുകളിൽ നമുക്ക് കാണാം, വവളഅ ഇൻദഹുമാ ജിറാബൻ ഫീഹി തംർ വസിഖാൻ ഫീ ഇമാ, ഒരു ചെറിയ കൊട്ടയിൽ അല്പം ഈത്തപ്പഴമുണ്ട്, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളവുമുണ്ട്. അവിടെ നിന്ന് അവരെ ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു പോരുന്നു. ആ ഹദീസിന്റെ തുടർച്ചയിൽ നമുക്ക് കാണാം, ഫതബിഅതുഹു ഉമ്മു ഇസ്മാഈൽ ഫഖാലത്ത്, ആ സ്ഥലത്താക്കിയിട്ട് തിരിച്ചു പോകുന്ന ഭർത്താവിന് പിന്നാലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവ് വരുന്നുണ്ട്. അവര് ചോദിക്കുന്ന ചോദ്യം, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതറക്നാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി അനീസുൻ വലാ ശൈ. ഓ ഇബ്രാഹിം, താങ്കൾ അങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെയാക്കിയിട്ട് ഈ ഒരു താഴ്വരയിൽ ഞങ്ങൾക്ക് കൂട്ടിനാളില്ല എന്ന് മാത്രമല്ല, അവിടെ ഒന്നും തന്നെയില്ല. ഒന്ന് വെയിൽ വന്നാൽ തണല് കൊള്ളാൻ പറ്റിയൊരു മരമില്ല, മഴ പെയ്താൽ കയറിയിരിക്കാൻ ഒരു കൂരയില്ല. ഇവിടെ കൂടെ ആരെങ്കിലും സഞ്ചാരികളെങ്കിലും പോകുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള മരുഭൂമിയിലെ ഒരു ഉള്ളേരിയയിൽ, ആരും തന്നെ ചെന്നെത്താത്തൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒന്നവിടെയുണ്ട് എന്ന് പറയാൻ ഒരു പുൽക്കൊടി പോലുമില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങളെ ആക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഫഖാലത്ത് ലഹു ദാലിക മിറാറൻ, അവരത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് തന്നെ പറഞ്ഞു. വജഅല ലാ യൽതഫിതു ഇലൈഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഒരു സംസാരം കേട്ടിട്ട് പോലുമില്ല എന്ന നിലക്ക് തിരിഞ്ഞു നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാര്യ ഇങ്ങനെ പിന്നാലെ വന്ന് ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഞങ്ങളെ നോക്കാൻ ആരാളുള്ളത്? എന്താണ് നിങ്ങളെ വിചാരം എന്ന് പറയുമ്പോ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു പോകുകയാണ്. അവസാനം കാലത്ത് അവര് പറഞ്ഞു എന്നാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഇബ്രാഹിം താങ്കളോട് അല്ലാഹുവാണോ ഇത് കൽപ്പിച്ചത്? ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കണമെന്ന് അല്ലാഹുവാണോ കൽപ്പിച്ചത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നു, നഅം, അതെ, അല്ലാഹുവാണ് പറഞ്ഞത്. ആ ഭാര്യ പറഞ്ഞ മറുപടി, ഖാലത്ത് ഇദൽ ലാ യുളയ്യിഉന, എങ്കിൽ ആ അല്ലാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, ഞങ്ങളെ അവനൊരിക്കലും തന്നെ കഷ്ടപ്പെടുത്തുകയില്ല. സുമ്മ റജഅത്, പിന്നീട് അവർ തിരിച്ചുപോയി. മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവാണോ നിങ്ങളോട് ഞങ്ങളെ ഇവിടെ ആക്കുവാൻ പറഞ്ഞത് എന്ന മറുപടിയിൽ അതെ എന്ന അദ്ദേഹത്തിന്റെ മറുപടി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നാണ്, റളീതു ബില്ലാഹി റബ്ബ, ഞാനിതാ റബ്ബിനെ, അല്ലാഹുവിനെ, എന്റെ രക്ഷിതാവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സംഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണോ ഇത്? നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ ഏറ്റവും അടച്ചുറപ്പുള്ള നമ്മുടെ വീടുകളിൽ CCTV ക്യാമറകളുള്ളിടത്ത് ഒരിക്കലും തന്നെ കള്ളന്മാർക്കോ മറ്റക്രമികൾക്കോ തുറന്നു കയറാൻ പറ്റാത്ത വിധം ഭദ്രമാണ് എന്ന് വിചാരിക്കപ്പെടുന്ന നമ്മുടെ വീടുകളിൽ പോലും നമുക്കൊരു രാത്രിയിലധികം അവരെ ഒറ്റക്കാക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത അത്രയും പേടിയാണ് നമുക്കൊക്കെ ഉള്ളത്. അവിടെയാണ് സ്വന്തം ഭാര്യയെയും മകനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ കൊണ്ടുപോയാക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തീരുമാനത്തെ, അള്ളാഹുവിനെ അനുസരിക്കാമെന്ന അദ്ദേഹത്തിന്റെ കരാറിനെ പൂർത്തീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന ആ ഭാര്യയുടെ മറുപടിയും പരിശുദ്ധ ഇസ്ലാം കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബ, എനിക്കെന്റെ റബ്ബിനോട് തൃപ്തിയാണ്, ഞാൻ എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുന്നു എന്ന സന്ദേശം നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ട്? നമ്മളിൽ എത്ര ആളുകൾക്ക് ഞാൻ എന്റെ റബ്ബ് തന്നതിൽ, എന്റെ റബ്ബ് എനിക്ക് നൽകിയതിൽ, എന്റെ റബ്ബ് എനിക്ക് തരാത്തതിൽ ഞാൻ അവരെ തൃപ്തിപ്പെടുന്നു എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? നമുക്ക് കിട്ടിയതിന്റെ കണക്കുകളെക്കാൾ വലുത് നമ്മൾ പറയുന്നത് കിട്ടാത്ത കണക്കുകളല്ലേ? നമുക്ക് കിട്ടിയിട്ടുള്ള ആരോഗ്യമുള്ള ശരീരം,
നമുക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണം, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ദുനിയാവിലെ ജീവിതം, നമ്മുടെ സന്താനങ്ങൾ, ഇണകൾ, നമുക്ക് കിട്ടിയുള്ള സുഖസൗകര്യങ്ങൾ, അതിൽ പോലും നമ്മൾ തൃപ്തരല്ല. അവിടെ നമ്മൾ പറയുന്നെന്താ, ഓനെന്തൊക്കെ കിട്ടി, ഓനെത്ര വീട് വെച്ചു, ഓനെത്ര വാഹനം വാങ്ങി, എനിക്കൊക്കെ എന്താ കിട്ടിയത് എന്ന നിലക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മാതൃകയാകുന്നത്. അവിടെ നിന്നാണ് സംസം വെള്ളത്തിന്റെ ചരിത്രമുണ്ടാകുന്നത്. വളരെ ചോക്കൂ, അദ്ദേഹം ആ ഹദീസിൽ വന്നതെന്താ, കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് ഈത്തപ്പഴുണ്ട് അല്ലെ, എത്ര ദിവസത്തേക്കുണ്ടാകും? ഒരു മരുഭൂമിയിലെ ചൂടേറിയ സമയത്ത് അല്പം വെള്ളം കൊണ്ടെന്താകാൻ? ഗൾഫ് നാടുകളിൽ ജീവിച്ച ധാരാളം ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നുണ്ടാവുമ്പോൾ അവർക്കറിയാം ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കും. AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്നവൻ പോലും അത്യാവശ്യത്തിനൊന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും എത്ര കുപ്പി വെള്ളം കുടിക്കുന്നറിയാം. അങ്ങനെയുള്ളൊരു മരുഭൂമിയിലൊരു തണൽ മരം പോലും ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് വെള്ളം കൊണ്ടിട്ടാണ് അവരെ ആക്കുന്നത്. സംഭവങ്ങൾ നമുക്കറിയാം. കുട്ടി വിശന്ന് ദാഹിച്ച് കരയാൻ തുടങ്ങി. സഫാ മർവ മലകൾക്കിടയിലൂടെ മഹദി ഓടി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന നിലക്ക് ഉറക്കെ ശബ്ദത്തിൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ, അവസാന കുട്ടി കാലിട്ടടിച്ച് കരഞ്ഞപ്പോ ആ കുട്ടിയുടെ കാൽപാദത്തിന് ചുവട്ടിൽ നിന്നും സംസം എന്ന് പറയുന്ന വെള്ളം പൊന്തി വരികയാണ്. ആ വെള്ളം ഇങ്ങനെ വന്നപ്പോ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി സംസം എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് സംസം വെള്ളം എന്ന് പറഞ്ഞ പേരിൽ അതറിയപ്പെടുന്നത്. ആ സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പിന്നീട് അവിടെയുണ്ടായ മാറ്റങ്ങൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളമുള്ള സ്ഥലത്ത് വട്ടമിട്ട് പറക്കുന്നൊരു തരം പക്ഷികൾ പറക്കുന്നത് കണ്ട് ഒരു യാത്രാ സംഘം അവിടേക്ക് വന്നു എന്നാണ്. ആ യാത്രാ സംഘത്തിൽപ്പെട്ട ഖബീലത്ത് ജുർഹം ഗോത്രത്തിലെ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ വന്നു നോക്കി. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള യാത്രാ സംഘത്തെ വിളിച്ചു പറയാം, ഇവിടെ വെള്ളമുണ്ട്, വരൂ. അവർക്ക് വലിയ അത്ഭുതമായി. എത്രയോ കാലമായി അവർ സഞ്ചരിക്കുന്ന വഴിയിൽ അങ്ങനെ വെള്ളമുള്ളൊരു കേന്ദ്രം അവിടെയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തമ്പടിക്കുവാൻ, അവർക്ക് താമസിക്കുവാൻ അവിടെ സ്ഥലമുണ്ടാകുമെന്ന നിലക്ക് അവരവിടെ നിന്ന് തമ്പടിച്ചു. ആ സമയത്ത് ഉമ്മു ഇസ്മായിൽ അവിടെ ഉണ്ടാക്കുന്നൊരു കരാർ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖബീലത്ത് ജുർഹും എന്ന് പറയുന്ന ആ ഗോത്രത്തിലെ ആളുകൾ ചോദിച്ചു എന്നാണ്, ഞങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളട്ടെ, ഇവിടെ വെള്ളമുണ്ടല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ, ഞങ്ങളിവിടെ താമസിക്കട്ടെ. അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ കിട്ടണമെന്ന്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുള്ളത്, ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, അവരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ നീ തിരിക്കണമേ, അവർക്ക് സഹായകമാകുന്ന നിലക്ക് അവരിലേക്ക് നീ ആളുകളെ എത്തിക്കണമേ. വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് നീ ഭക്ഷണം നൽകണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജുർഹും ഗോത്രം അവിടെ താമസമാക്കി, അവിടെ ഒരു കരാറുണ്ടാക്കിയെന്നാണ്. ഈ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലോ മറ്റാർക്കും ഒരു അധികാരവും ഉണ്ടാവുകയില്ല എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ജുർഹും ഗോത്രം അവിടെ താമസമാക്കുകയും അവരുടെ കുടുംബങ്ങളെ, അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയും പിന്നീട് ഇതൊരു നഗരമായി, നാടായി, പട്ടണമായി ഇന്ന് നാം കാണുന്ന മക്ക പ്രദേശം വരെ എത്തുന്നതിന് പിന്നിലെ ആ ചരിത്രം നമ്മൾ ഓർക്കണം. എന്തിനു വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയാക്കിയത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ, ഒരു പുല്ലുപോലും മുളക്കാത്ത ആ താഴ്വരയിൽ ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുപോയാക്കിയിട്ടുണ്ട് റബ്ബേ. ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ആ കഅബാലയത്തിന്റെ പവിത്രമായ ഹറം പരിസരത്തിന്റെ ഭാഗത്ത് ഞാൻ എന്റെ മകനെയും എന്റെ ഭാര്യയെയും കൊണ്ടുപോയാക്കിയിട്ടുണ്ട്. റബ്ബന ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യം, നമസ്കാരത്തിന്റെ ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഇതിനോളം മഹത്തരമായ മറ്റേത് വചനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് ചാരെ വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമസ്കാരത്തെ പ്രതീക്ഷിക്കുന്നവർ, ആ നിലക്കുള്ള ആളുകൾ. എന്നാൽ നമസ്കരിക്കുവാൻ പര്യാപ്തമായ തരത്തിൽ, പള്ളികളിലേക്ക് എത്താൻ പര്യാപ്തമായ തരത്തിൽ പള്ളികൾക്ക് സമീപത്ത് താമസവും വീടുമുള്ളവർ പോലും ഈ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നുണ്ടോ, ശ്രദ്ധ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറയണം. എന്നിട്ട് വേണം ഇബ്രാഹിം നബിയോടുള്ള സ്നേഹത്തെക്കുറിച്ച്, ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ആ മഹത്തരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ. സ്വന്തം ഭാര്യയും മകനെയും നമസ്കാരം നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത്തരമൊരു പ്രദേശത്ത് കൊണ്ടുപോയാക്കി എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തിന്റെ മഹത്വം എത്രയാണ്! ആ നിലക്കുള്ളൊരു സംഭവം ഏറെ ശ്രദ്ധേയമാണ്.
രണ്ടാമത്തെ ഒരു ഭാഗം ഇബ്രാഹിം നബിയും കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാണുന്നത് ഈ നിലക്ക് മകനെയും ഭാര്യയെ അവിടെ കൊണ്ടുപോയി ആക്കി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവാൻ. പിന്നീട് അവരുടെ വിവരങ്ങൾ അറിയാൻ കത്തയക്കുന്നുണ്ടോ, അവരെക്കുറിച്ച് വിളിച്ചന്വേഷിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ സംവിധാനങ്ങൾ, സാഹചര്യങ്ങളില്ല. അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ധാരണയുണ്ടാകുമോ? അള്ളാഹുവിന്റെ വഹിയുള്ള പ്രവാചകൻ എന്ന നിലക്കുള്ള കാര്യങ്ങൾക്കപ്പുറം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുക? അദ്ദേഹം കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. എന്തിനാ തിരിച്ചു വരുന്നത്? എന്താണ് ആ വരവിന്റെ ഉദ്ദേശം? അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ നമുക്ക് കാണാം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. ഓമനത്തം തുളുങ്ങുന്ന നല്ലൊരു മകനെ അല്ലാഹു അദ്ദേഹത്തിന് നൽകി. നല്ല ബുദ്ധിയുള്ള, വിവേകമുള്ള നല്ലൊരു സന്താനത്തെ അല്ലാഹു നൽകി. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താ അറിയോ? ഫലമ്മ ബലഗ മഅഹു സഇ. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നടക്കാൻ മാത്രം പ്രായമായ സമയത്ത്, അന്ന് അവിടെ കൊണ്ടുപോയി ആക്കിയതാണ്, പിന്നെ തിരിച്ചു വരികയാണ്. ആ വരുന്ന വരവിൽ എന്താ പറയുന്നത്? ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് വഹിയിലൂടെ കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ മോനെ നിന്റെ അഭിപ്രായം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി, അവരുടെ കാര്യങ്ങൾ പിന്നീട് അന്വേഷിച്ചിട്ടില്ല, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, ആ നിലക്ക് അന്വേഷണങ്ങളില്ല എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഒരു നീണ്ട ഇടവേള, ഒരു വലിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പിന് ശേഷം ആ പിതാവ് വന്നിട്ട് പറയണേ, അന്നെ അറുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? സാധാരണഗതിയിലുള്ള ഒരു മറുപടി എന്താവും? ഞാൻ ഇവിടെ ചെറിയ കുട്ടിയെ മുല പിടിക്കണ പ്രായത്തിൽ ഇവിടെ ഇട്ട് പോയതാണ്, എന്നിട്ട് ഇപ്പൊ കയറി വന്ന് കണിഞ്ഞ അറുക്കണം എന്ന് പറയാനേ, അല്ലേ? എന്നുള്ള രീതിയിൽ. എന്നാൽ ആ മകന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അബത്തി ഇഫ്അൽ മാ തഅ്മുർ ഇഫ്അൽ മാ തുഅ്മർ. ഓ പിതാവേ, എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടത്, വഹിയിലൂടെ നിങ്ങൾ അറിയിക്കപ്പെട്ടിട്ടുള്ള സന്ദേശം എന്താണോ അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നിങ്ങൾക്കെന്നെ ക്ഷമാശീലരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാണാൻ സാധിക്കും. അല്ലേ? എന്താ ചോദിക്കുന്നത്? ഉപ്പാന്റെ ചോദ്യം എന്താ? മോനെ, നിന്നെ അറുക്കണം എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി നിന്നെ ബലിയൊറുക്കണമെന്നാണ് പറയുന്നത്. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് സമ്മതമാണ്, ഞാൻ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ കത്തിക്ക് താഴെ എന്റെ കഴുത്ത് വെച്ച് തരാൻ എനിക്ക് പ്രയാസമില്ല എന്ന് പറയുന്ന മകനും, അത് ചോദിക്കുന്ന പിതാവും, അതിന് സമ്മതിക്കുന്ന മാതാവും, നമ്മുടെ മനസ്സുകളിൽ എന്താണ് കടന്നു വരുന്നത് നമ്മൾ ചിന്തിക്കണം. അതാണ് ഇബ്രാഹിം നബിയുടെ കുടുംബം പ്രത്യേകമായ പരാമർശങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. ആ മകനോട് ആ പിതാവ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാകും? എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം? ആ മകൻ പിതാവിനോട് പറയുന്നുണ്ട്, ഉപ്പ, എന്നെ അറുക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുന്ന രീതിയിൽ കടത്തരുത്, എന്നെ തിരിച്ചു കടത്തണം. കാരണം എന്താ? എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അലിവ് തോന്നിയേക്കാം, എന്നെ അറുക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞേക്കാം. അതുകൊണ്ട് എന്റെ മുഖം കാണാത്ത രീതിയിൽ എന്റെ പിരടിയുടെ ഭാഗത്ത് കത്തിവെച്ച് നിങ്ങൾ അറുത്തോളൂ എന്ന് പറയുമ്പോൾ ആ കത്തിയുടെ മൂർച്ച കൂട്ടുന്നൊരു പിതാവ്, ആ മകനെ കമഴ്ത്തിക്കടത്തുന്നൊരു പിതാവ്, കഴുത്തിൽ കത്തിവെക്കുന്നത് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വിധി മറ്റൊന്നായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ, നിന്റെ സ്വപ്നത്തെ, നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വഹീനെ നീ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയും അതിന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ അറുക്കാൻ കൊടുക്കുകയും ചെയ്യുന്നതുവരെ ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന്. ആ മഹത്തരമായ ചരിത്രത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടമെന്തായിരുന്നു? അള്ളാഹുവിനെ എങ്ങനെയാണ് അദ്ദേഹം തൃപ്തിപ്പെട്ടത്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ അദ്ദേഹം എങ്ങനെയാണ് നിലകൊണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പലപ്പോഴും രക്ഷിതാക്കൾ, മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും ഹറാമുകളും ഹലാലുകളും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹുവിന്റെ വിധികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ നിർണയങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വേണ്ടി ആ കുടുംബത്തെ എപ്രകാരമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയത് എന്ന് ആ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചരിത്രം പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് കഅബാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇവിടെ ഒരു ഭവനം സ്ഥാപിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാവശ്യവുമായിട്ടാണ്. ആ പിതാവിന് കല്ലുകൾ എടുത്തു കൊടുക്കുന്ന, മണ്ണ് ചുമന്നു കൊടുക്കുന്ന ഒരു മകനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് ആ കുടുംബം. അല്ലാഹു പറയുന്നുണ്ട്, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും കൂടി കഅബാലയത്തിന്റെ തൂണുകൾ അതിങ്ങനെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ, അതിന്റെ ഓരോ പടവുകളും ഉയർത്തിക്കൊണ്ടുവരുന്ന സന്ദർഭം സ്മരണീയമാണ്. അവര് പ്രാർത്ഥിച്ചു എന്നാണ്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്നാണ്. നമ്മൾ ആലോചിക്കുക, ഒരു ഭവനം അവിടെ നിർമ്മിക്കുന്നു, ആ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നു. ഖിയാമൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആസ്ഥാന കേന്ദ്രമായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത്, കഅബാലയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, അല്ലാഹുവിന്റെ ആ ദീനിന്റെ, അതേപോലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ കേന്ദ്രമായി കഅബാലയം ഇന്ന് മാറുകയാണ്. വമൻ ദഖലഹു കാന ആമിന, അവിടെ ആര് പ്രവേശിച്ചാലും അവർക്ക് നിർഭയത്വമാണുള്ളത്. ലക്ഷക്കണക്കിന് ഹാജിമാരിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി തടിച്ചുകൂടിയിട്ടുള്ളത് ഈ ഹറമിന്റെ പരിസരങ്ങളിൽ, ഈ കഅബാലയത്തിന്റെ ചാരത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹാകേന്ദ്രമായി ആ കേന്ദ്രം മാറുമ്പോൾ, അവിടേക്ക് ഹജ്ജിന് വേണ്ടി വരുമ്പോൾ, ഉംറയ്ക്ക് വേണ്ടി ആളുകൾ പോകുമ്പോൾ, അവിടെ സന്ദർശനം നടത്തുമ്പോൾ, നമസ്കരിക്കുമ്പോഴെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കുടുംബം ഓർക്കപ്പെടുന്നു, സ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിന്റെ ചരിത്രം, അവരുടെ ജീവിതം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അവരുടെ വിശ്വാസം, അവരുടെ കരുത്ത്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക്, നിർണയങ്ങൾക്ക്, വിധിവിലക്കുകൾക്ക് മുമ്പിൽ കീഴൊതുങ്ങിയ ആ കുടുംബത്തിന്റെ ജീവിത വഴികൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ പാത പിൻപറ്റുവാനും നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അറഫ ദിവസം എന്ന നിലക്കറിയപ്പെടുന്ന ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിന്റെ പ്രത്യേകത ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തിലേതുപോലെ മറ്റൊരു ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഇത്രയധികം ആളുകളെ, അടിമകളെ മോചിപ്പിക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലായിരിക്കും. വഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹഉലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഏറ്റവും അടുത്തു വരുന്ന സമയം, മലക്കുകൾ അല്ലാഹുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന കാര്യം, മാ അറാദ ഹഉലാ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നു. നമ്മൾ എന്തുദ്ദേശിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് ചോദിക്കുന്നു, അത് നൽകപ്പെടുന്ന ദിവസം, പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ദിവസമാണത് എന്നുള്ളത് നമുക്കറിയാം. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടാതെ ഹാജിമാർ സംഗമിക്കാതെ ഒരു ഹജ്ജില്ല, അറഫ ലഭിക്കാത്തവന് ഹജ്ജില്ല. അത്രയും പ്രാധാന്യമുള്ള ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. ആ അറഫ ദിവസത്തിൽ വിശ്വാസി ലക്ഷങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥനകളും പാപമോചനങ്ങളുമായി തേടുമ്പോൾ പിന്നെ എങ്ങനെ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താതിരിക്കുക? ആ നിലക്കുള്ള കണ്ണീരുകളുമായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആ സംഘം ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അറഫ ദിവസത്തിന്റെ പ്രത്യേകതയുമായി പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരു യഹൂദനായൊരു മനുഷ്യൻ അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുന്നുണ്ട്, ആയത്തുൻ ഫീ കിതാബികുൻ തഖറഊനഹ ലൗ അലൈനാ മആശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, നിങ്ങളുടെ ആളുകളൊക്കെ പാരായണം ചെയ്യുന്നത്, ആ ആയത്തെങ്ങാനും ഞങ്ങളിലേക്കാണ്, യഹൂദന്മാരിലേക്കാണ് അവതരിച്ചത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങളൊരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു. അപ്പം
ഉമർ റളിയല്ലാഹു ചോദിച്ചു എന്നാണ്, കാല അയ്യു ആയ, ഏതായത്താണത്? അപ്പൊ കാല, ആ യഹൂദൻ പറഞ്ഞു കൊടുത്തു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറയുന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഓതിക്കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയാണെന്ത്, കാല ഉമർ ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ഞങ്ങൾക്ക് ആ ദിവസം ഏതാണെന്നറിയാം. വൽ മക്കാനല്ലദീ നസലത്, ആ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅത്തിൻ, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അത് അറഫയിൽ വെച്ചായിരുന്നു ആ ആയത്തിറങ്ങിയത്. നമ്മളറിയാം, നമുക്കറിയാവുന്നതുപോലെ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, വഹിയാകുന്ന അനുഗ്രഹം നിലച്ചതുമായി ബന്ധപ്പെട്ട്, അള്ളാഹു ഈ ദീനിനെ തൃപ്തിപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആ വചനം ഇറങ്ങിയിട്ടുള്ളത് അറഫ ദിവസത്തിൽ, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ പ്രവാചകൻ നിൽക്കുമ്പോഴായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മതം പൂർത്തീകരിക്കപ്പെട്ടൊരു ദിവസം, മതത്തിന്റെ പൂർത്തീകരണം നടക്കപ്പെട്ടൊരു ദിവസം എന്ന നിലക്ക് അറഫ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറഫ ദിവസത്തിൽ അറഫ നോമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു നോമ്പാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലദീ ഖബ്ലഹു വസ്സനതല്ലദീ ബഅദ, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഓരോ വർഷത്തെയും പാപങ്ങൾ അറഫ ദിവസത്തിലെ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നതാണ്. അറഫ ദിവസത്തിലെ നോമ്പ് ആരെങ്കിലും നോറ്റാൽ അവന് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തിലെയും പാപങ്ങൾ പുറത്തിരുന്ന ഒരു നോമ്പുകൊണ്ട് 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പോൾ ഇവിടെ പലപ്പോഴും ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംശയം, ഉണ്ടായ സംശയമല്ല, ഉണ്ടാക്കിയിട്ടുള്ളൊരു സംശയമാണ്, എന്നാണ് അറഫ നോമ്പ് നോക്കേണ്ടത്? പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുള്ള മറുപടി എന്താ അറിയോ? വയൗമു അറഫ ഹുവൽ യൗമു താസിഉ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് യൗമു താസി, 9ാമത്തെ ദിവസമാണ്, മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരുന്ന 9ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9ന്റെ അറബിയിൽ പറയുന്ന പേരാണ് യൗമു അറഫ. 10ാമത്തെ ദിവസം യൗമുൻ നഹ്റാണ്. അതേപോലെ തന്നെ 11, 12, 13 ദിവസങ്ങൾ അയ്യാമു തശ്രീഖ്, അതൊക്കെ ഓരോ പേരാണ്. യൗമു അറഫ എന്നുള്ളത് ദുൽഹിജ്ജ 9ന്റെ പേരാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നോമ്പ് നോക്കേണ്ടത്? നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മളിപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫ നോമ്പ് നോക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ പറയും, സൗദിയിൽ അങ്ങനെയല്ലേ? നിങ്ങൾ സൗദിയിലുള്ളപ്പോൾ സൗദിയത്തെ മാതിരി നോമ്പ് വെക്കുക, നാട്ടിലുള്ളപ്പോൾ നാട്ടിലെ പോലെ നോമ്പ് വെക്കുക. നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ എന്ത് ചെയ്യും? രാത്രി നോമ്പ് വെക്കേണ്ടി വരും. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇബാദത്തുകൾ ചെയ്യാൻ പര്യാപ്തമായ മതമാണ്. നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പ് പരിശോധിക്കുക, വലിയ വർഷം നമ്മുടെ 50 or 60 കൊല്ലം മുമ്പ് അറഫയിൽ ഹാജിമാരെന്നാണ് സംഗമിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ ഒരാളെങ്ങനെ അറിയല്? എങ്ങനെ അറിയല്? ഒന്നെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ലീവിനൊക്കെ വരുമ്പോൾ പറയും, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മാസം കണ്ടിക്കണ്, ഇന്ന ദിവസമാണ് അറഫ എന്ന് പറയും. അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോയി വന്ന ആൾക്കാർ ഇങ്ങനെ കഥ പറയുമ്പോൾ പറയും എന്നതല്ലാതെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? അവിടെ മാസം കണ്ട ഉടനെ തന്നെ അവിടെ അറിയിക്കുന്നതിനനുസരിച്ച്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങനെ നോമ്പ് പറ്റത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, സൂമൂ ലിറുഅ്യതിഹി അഫ്തിറൂ ലിറുഅ്യതിഹി. നിങ്ങൾ നോമ്പ് നോക്കേണ്ടതും നോമ്പ് തുറക്കേണ്ടതൊക്കെ ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും സമയക്രമം മാറിയതുപോലെ ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾക്ക്, അതിന്റെ ചലനങ്ങൾക്ക് മാറ്റണ്ട്. അത് 1 മണിക്കൂർ, 2 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ വരെ മാറ്റമുള്ള സ്ഥലങ്ങളുണ്ടാവും. അതിനനുസരിച്ചിട്ട് ഓരോ നാട്ടിലുള്ള ആളുകളും അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യമായിട്ടാണ് നോമ്പ് വെക്കേണ്ടതെന്ന് എവിടുന്നാ കിട്ടിയത്? ഏതെങ്കിലും ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നബി ഒരാളെ പറഞ്ഞേക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലെങ്കിലും ഇവിടെ ദുൽഹിജ്ജ 1 മാസം കണ്ടുകണ്, എല്ലാ നാട്ടിലൊന്ന് പോയി പറഞ്ഞോളാം ഇന്ന ദിവസം നോമ്പ് വെക്കണമെന്ന്. അങ്ങനെ സംഭവം എവിടെയും കാണാൻ പറ്റൂല. ഓരോ പ്രദേശങ്ങളിലെ ആളുകളും മാസം നോക്കും. അവർ മാസം കണ്ടാൽ അതിനനുസരിച്ചുകൊണ്ട് അവർ ദുൽഹിജ്ജ 1 കണക്കാക്കും. അതിനനുസരിച്ചുകൊണ്ട് അവർ ദുൽഹിജ്ജ 9, 10, 11 കണക്കാക്കും. നമ്മൾ ബാക്കിയൊക്കെ മാസം കാണുന്നതിനനുസരിച്ച് കണക്കാക്കും. അറഫ മാത്രം, അല്ലെങ്കിൽ നോമ്പ്, റമദാനിലെ നോമ്പ് തുടങ്ങേണ്ടത് മാത്രം അവിടുത്തെ കണക്ക് നോക്കും.
എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അതിൽ നിന്ന്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസത്തിന് പറയുന്ന പേരാണ് യൗമു അറഫ. ആ നോമ്പും ഹാജിമാർ അറഫയിൽ നിൽക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്നവിടെ അറഫ ദിനം ആചരിക്കുന്നു. ഇനി ഐക്യദാർഢ്യമാണെന്ന് അറിയാം. ഓലവിടെ നിൽക്കുമ്പം അവർക്ക് വെള്ളം കുടിക്കാം, അവർക്ക് നോമ്പില്ല. അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ ഹാജിമാർക്ക് നോമ്പ് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മളെന്നാലും അവിടെ നോമ്പ് വെക്കാതെ വെള്ളം കുടിച്ചിട്ട് ഐക്യദാർഢ്യം കാണിക്കണോ, അതോ നോമ്പ് വെച്ചിട്ട് ഐക്യദാർഢ്യം കാണിക്കണം? അപ്പൊ ഈ ഐക്യദാർഢ്യത്തിന്റെ കാര്യം പറയുന്ന ആളുകൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ആ ഐക്യദാർഢ്യം? എങ്ങനെയാണ് നബി ചെയ്തത്? അതുണ്ടാവുമല്ലോ. നബി എങ്ങനെയാണ് അറഫയിലെ ഹാജിമാർക്ക് ഐക്യദാർഢ്യം കാണിച്ചത്, അതിന്റെ തെളിവെങ്ങനെയാണ് എന്നുള്ളത് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത്തരം അനാവശ്യമായ ചർച്ചകൾ നമ്മൾ വലിച്ചു നീട്ടുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അത്തരം തർക്കങ്ങളുമായി കടന്നുപോയി സമയം മെനക്കെടുന്നതിന് പകരം പ്രവാചകന്റെ ചര്യയിലേക്ക് നമ്മൾ മടങ്ങാം, നബിയുടെ സുന്നത്തിലേക്ക് മടങ്ങാം. സഹാബിമാരെങ്ങനെ നോറ്റത്, സഹാബിമാരെങ്ങനെ ദുൽഹിജ്ജ 9 കണക്കാക്കിയത്, അതേ നമുക്കുള്ളൂ. അല്ലാതെ പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ പെട്ടെന്നായതുകൊണ്ട് ഹാജിമാർ അവിടെ നിൽക്കുന്നതൊക്കെ ലൈവായിട്ട് നമുക്ക് അവിടെ കാണാം എന്ന് വിചാരിച്ച് അതിന്റെ കൂടെ കൂടാന്നുള്ളതല്ല. ഇനി ഒരു സംവിധാനം അങ്ങനെ വരികയാണ്, പെട്ടെന്ന് എല്ലാം നിലച്ചുപോയി, നമുക്കറിയാൻ പറ്റുന്നില്ല, ഒരു 10-20 ദിവസം എല്ലാവരും നെറ്റ് പോയാൽ തീർന്ന പ്രശ്നമുള്ളത്. അപ്പൊ നമ്മളാരും അങ്ങനെ ഒന്നും ഉണ്ടാവുമോ? അല്ലെ, നമ്മളാരെങ്കിലും വിചാരിച്ചിരുന്നോ ലോകത്തുള്ള മുഴുവൻ ഫ്ലൈറ്റുകളും നിർത്തലാക്കും, ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് പോകുന്നത് നിരോധിക്കും, അല്ലെ, ഒരു സംസ്ഥാനത്ത് നിന്ന് അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്നത് വരെ പാസ് വാങ്ങിയിട്ടും നിയന്ത്രണത്തിലൂടെയും കടന്നുപോയ ഒരു ആളുകളാണ് നമ്മളൊക്കെ കൊറോണ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു സംവിധാനം വന്നാൽ പിന്നെ നമ്മക്കാർക്കും ഇവിടെ നോമ്പോക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അത്തരം ചർച്ചകൾ നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ അല്ല 2 വർഷത്തെ വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ 2 വർഷങ്ങളിലെ പാപം പുറത്തിരുന്ന ആ അറഫ നോമ്പ് നമ്മൾ നോക്കേണ്ടത് ദുൽഹിജ്ജ 9-നാണ്. അത് അടുത്ത വെള്ളിയാഴ്ചയാണ്. ആ നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവുക, അതിനുവേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ആരാധനാ കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഒരു സഹോദരി അവിടെ എത്തുകയും കഅബാലയമൊക്കെ സന്ദർശിച്ചതിന് ശേഷം അവർക്ക് സ്ട്രോക്ക് ബാധിച്ച് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുടെ അവസാനത്തിലാണ് അവർക്ക് ഹജ്ജിന് വേണ്ടി പോകാൻ പറ്റിയത്. ഇപ്പം ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോഴും അവർ വെന്റിലേറ്ററിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും വേഗം ശമനം നൽകുമാറാകട്ടെ. ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം അല്ലാഹു അവർക്ക് ഒരുക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ വെക്കേഷൻ കാലഘട്ടം കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൂടിയാണ് ബാക്കിയുള്ളത്. അവര് തിരിച്ചു പോകുന്ന ക്യാമ്പസുകൾ അവർ വന്നതിനേക്കാൾ മോശമായ അവസ്ഥകളിലേക്കാണ് പോകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അവിടെ കുട്ടികൾക്ക് കൃത്യമായ ധാർമ്മികമായ മൂല്യം നൽകാൻ, അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, പ്രവാചകന്റെ ചര്യകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, ലഹരി പോലെയുള്ള പ്രണയം പോലെയുള്ള വലിയ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് 31-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 4 മണി വരെ നമ്മുടെ ദാറുൽ ഖുർആനിലെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമ്മറൈസ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. നമ്മുടെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആ ക്യാമ്പിലേക്ക് നമ്മുടെ കുട്ടികളെല്ലാവരും എത്തിക്കേണ്ടതുണ്ട്. 9 മണി മുതൽ 4 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ കൗണ്ടർ പുറത്തുണ്ട്. എല്ലാ ആളുകളും നമ്മുടെ വിദ്യാർത്ഥികൾ അതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്നെത്താൻ സാധിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് അവർ പോകുന്നത്. അവർക്ക് കൃത്യമായ ബോധം നൽകേണ്ടതുണ്ടില്ല എങ്കിൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഓർമ്മയോടുകൂടി അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ക്യാമ്പസിൽ നടത്തുന്ന മദ്രസ ഇൻഷാ അല്ലാഹ് ജൂൺ 2-ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ രക്ഷിതാക്കളെ മക്കളെ മദ്രസയിൽ ചേർത്താത്തവരുണ്ടെങ്കിൽ അതിനുവേണ്ട അഡ്മിഷന്റെ സമയമാണ്. എല്ലാ ആളുകളും ഗൗരവത്തോടുകൂടി തന്നെ അത് ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സഹോദരൻ, ഒരു യുവാവ്, ആ കുടുംബത്തിന് മുഴുവൻ കാര്യങ്ങളും കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി, സാമ്പത്തികമായി പ്രയാസത്തിലുള്ളൊരു കുടുംബമാണ്. അതിനോടൊപ്പം തന്നെ കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അതുകൊണ്ട് മാത്രം നിൽക്കുകയില്ല, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും
കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടി നാട് മൊത്തം ഒന്നിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ കിഡ്നി തകരാറിലായാൽ ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടാവും. രക്തത്തിന്റെ ശുദ്ധീകരണം പ്രയാസമാകും, അതിലൂടെ ശരീരത്തിൽ മാലിന്യങ്ങൾ കടന്നുകൂടും, ശ്വാസതടസ്സവും അതുപോലെ തന്നെ ശാരീരികമായ വലിയ വേദനകളും പ്രയാസങ്ങളുമൊക്കെ അതുകൊണ്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത്തരം പ്രയാസങ്ങൾ ബാധിച്ച ആളുകളെ സഹായിക്കുക എന്നൊരു ബാധ്യത അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽപ്പെട്ട ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ആയ നിലക്ക് നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഒരു സഹോദരനാണ്, ഒരു യുവാവാണ്, വളരെയധികം സാമ്പത്തികമായ പ്രയാസങ്ങൾ ഓൾറെഡി അദ്ദേഹത്തിനുണ്ട്, അതിന്റെ കൂടെ അസുഖത്തിന്റേതായ ഭാരമുണ്ട്, കുടുംബത്തിന്റെ ചെലവുകളുണ്ട്, വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും അകമഴിഞ്ഞ് സഹായിക്കുക. ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്, അവിടെ പുറത്ത് കൗണ്ടറുണ്ട്. ഇപ്പൊ ഇന്ന് ആളുകൾ ഒരുങ്ങി വന്നിട്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അവിടെ അത് നൽകാനുള്ള സംവിധാനമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മളൊരു അറഫ ദിവസത്തിൽ കൂടിയായിരിക്കും. ആ നിലക്ക് നിയ്യത്താക്കുന്ന ആളുകൾ ഇന്ന് പരമാവധി ആളുകൾ ഇന്ന് സഹകരിക്കുക. ഇനി ആരെങ്കിലും അങ്ങനെ കരുതി വന്നിട്ടില്ല എങ്കിൽ അവർക്ക് അടുത്ത ആഴ്ച അത് അവിടെ ഏൽപ്പിക്കാനുള്ള കൗണ്ടറുകൾ ഉണ്ടാകും. ആ നിലക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മളെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവനും പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, അത്തരം അസുഖങ്ങൾ ബാധിച്ച ആളുകളുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുമാറാകണമേ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ കരുത്ത് നൽകണമേ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളെ സഹോദരങ്ങൾക്ക് നീ താങ്ങും തണലുമാകണമേ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള, എത്തിച്ചേർന്നിട്ടുള്ള, വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് ഹജ്ജ് നിർവഹിക്കുവാൻ, സ്വീകാര്യോഗ്യമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് മടങ്ങി വരാൻ അല്ലാഹുവേ നീ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണമേ. ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം നീ ഒരുക്കി തരുമാറാകണമേ. അല്ലാഹുവേ,